നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് പെഡഗോജി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 5ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് 4 ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിനി 5ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് ക്വസ്റ്റ്യൻ 1 പറഞ്ഞിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. 1ാമത്തെ ക്വസ്റ്റ്യൻ, which among the following is not a feature of problem solving? Options A, problem poses a challenge before the students. B, problem is the central theme. C, problem cannot be divided into sub-problems. D, problem solving help the students to acquire the required ability. Answer C, problem cannot be divided into sub-problems. 2ാമത്തെ ക്വസ്റ്റ്യൻ, ജെയിംസ് എം ലീ സ്റ്റേറ്റ്സ് ദാറ്റ് ദിസ് മെത്തേഡ് ഈസ് ആൻ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഇൻ വിച്ച് ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് കോഓപ്പറേറ്റീവ്ലി ടോക്ക് ഓവർ സം പ്രോബ്ലം ഓർ ടോപ്പിക്. വാട്ട് ഈസ് ദ മെത്തേഡ് സ്പെസിഫൈഡ് ബൈ ഹിം? ഓപ്ഷൻസ് എ, പ്രോജക്റ്റ് മെത്തേഡ്. ബി, ലെക്ചർ മെത്തേഡ്. സി, ഡിസ്കഷൻ മെത്തേഡ്. ഡി, ആക്ഷൻ റിസർച്ച്. ആൻസർ സി, ഡിസ്കഷൻ മെത്തേഡ്. 3ാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ക്ലൂസ് റിഗാർഡിംഗ് എ മെത്തേഡ്. ദ സ്റ്റുഡൻറ് ഹാസ് ടു ലിസൺ ഇറ്റ് വെരി കെയർഫുള്ളി. ICT aids may not be incorporated. Save times. Coverage of syllabus in time. Identify the method. Options A, discussion method. B, project method. C, discovery method. D, lecture method. Answer D, lecture method. 5ാമത്തെ ക്വസ്റ്റ്യൻ, in new history books, time-related concepts like BC and AD are changed as BCE and CE. What is the reason behind this change? Options A, ideas are changed every now and then. B, because of the ICT-related modernization. C, secularization of historical ideas. D, relation with mathematics. Answer C, secularization of historical ideas. 6ാമത്തെ ക്വസ്റ്റ്യൻ, a project is a problematic act carried to completion in its natural settings. Who said this? Options A, W.H. Kilpatrick. B, J.A. Stevenson. C, Ballard. D, John Dewey. Answer B, J.A. Stevenson. 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പോസിറ്റീവ് ഇൻ റിലേഷൻ ടു ടെക്സ്റ്റ് ബുക്സ്? ഓപ്ഷൻസ് എ, ദർ ഇസ് നോ റിസർച്ച് ബിഫോർ പ്രിപ്പയറിംഗ് എ ടെക്സ്റ്റ് ബുക്ക്. ബി, നോ പ്രാക്ടീസിംഗ് ടീച്ചേഴ്സ് വെയർ കണക്റ്റഡ് ഫോർ മേക്കിംഗ് ഇറ്റ്. സി, ഇറ്റ് ഈസ് നോട്ട് ആൻ അക്യുമുലേഷൻ ഓഫ് പാസ്റ്റ് നോളജ് ഓൺലി. ഡി, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇൻകോർപ്പറേറ്റ് കറണ്ട് അഫയേഴ്സ് ഇൻ ഇറ്റ്. ആൻസർ സി, ഇറ്റ് ഈസ് നോട്ട് ആൻ അക്യുമുലേഷൻ ഓഫ് പാസ്റ്റ് നോളജ് ഓൺലി. 8ാമത്തെ ക്വസ്റ്റ്യൻ, ലേണിംഗ് വിത്തൗട്ട് ബർഡൻ ഈസ് എ വർക്ക് ഡൺ ബൈ പ്രൊഫസർ യശ്പാൽ. വാട്ട് എക്സാക്ട്ലി ഈസ് ദ പെർണീഷ്യസ് ബർഡൻ മെൻഷൻഡ് ബൈ ഹിം? ഓപ്ഷൻസ് എ, ലോഡ് ഓഫ് ദ സ്കൂൾ ബാഗ്. ബി, കോപ്പി റൈറ്റിംഗ്. സി, ഹോംവർക്ക്. ഡി, നോൺ കോംപ്രിഹെൻഷൻ. ആൻസർ ഡി, നോൺ കോംപ്രിഹെൻഷൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ, consider Erickson's 8th stage of psychological development. Where do the students between the age of 12 to 18 standard? Options A, stress versus mistrust. B, initiative versus guilt. C, industry versus inferiority. D, identity versus role confusion. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ആൻസർ ഏതായിരിക്കും? ആൻസർ സി, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി. 10ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് എ ഡിസാസ്റ്റർ മാനേജർ വിച്ച് ബെസ്റ്റ് സ്ട്രാറ്റജി ഡു യു സെലക്ട് ടു ഇമ്പാർട്ട് ദ പ്രാക്ടിക്കൽ ഐഡിയ ഓഫ് എസ്കേപ്പിംഗ് ഫ്രം എ ഡേഞ്ചറസ് സിറ്റുവേഷൻ? ഓപ്ഷൻസ് എ, ലെക്ചറിംഗ്. ബി, ഡെമോൺസ്ട്രേഷൻ. സി, മോക്ക് ഡ്രിൽ. ഡി, സെമിനാർ. ആൻസർ സി, മോക്ക് ഡ്രിൽ. ഇതും ഒരു റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോമൺലി യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ഇൻ സ്കൂൾസ്. ഓപ്ഷൻസ് എ, ആൻഡ്രോയിഡ്. ഗൂഗിൾ.
B. Windows Microsoft. C. Ubuntu Linux. D. Mac OS Apple. Answer C. Ubuntu Linux. 12ാമത്തെ question. Find odd one out regarding the fundamental principles of programmed learning. Options A. Small steps. B. Appropriateness. C. Immediate reinforcement. D. Self-pacing. Answer B. Appropriateness. 13ാമത്തെ question. Which method states the essentially of textbook? Options A. Discovery learning. B. Dalton method. C. Programmed instruction. D. Project method. Answer D. Project method. 14ാമത്തെ question. Anderson and Cawthron revised Bloom's taxonomy. What is the highest thinking skill in the revised taxonomy? Options A. Analysis. B. Synthesis. C. Evaluation. D. Create. Answer D. Create. 15ാമത്തെ question. Who is related to a whole child approach that emphasizes the development of all aspects of a person, including the head, heart, and hands? Options A. Jean Piaget. B. Pestalozzi. C. Henriksen. D. C. G. Jung. Answer B. Pestalozzi. 16ാമത്തെ question. Which among the following cannot be considered as a principle of curriculum construction? Options A. Principle of child-centerism. B. Principle of relation with life. C. Principle of forward looking. D. Principle of no change. Answer D. Principle of no change. 17ാമത്തെ question. The highest level regarding direct concrete experience put forward by Edgar Dale in his Cone of Experiences is dash. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻസ് എ. വെർബൽ സിമ്പിൾസ്. ബി. വിഷ്വൽ സിമ്പിൾസ്. സി. കൺട്രീവ്ഡ് സിമ്പിൾസ്. ഡി. റിയൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ആൻസർ ഡി. റിയൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ്. 18ാമത്തെ question. Look at the 3 clues and find out the related method. Small children easily learn facts through this method. Second one, it develops imagination in children. Third one, children display extreme interest. And options ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ. പ്രോജക്റ്റ് മെത്തേഡ്. ബി. ഡയറക്റ്റ് മെത്തേഡ്. സി. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. ഡി. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ആൻസർ സി. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്. 19ാമത്തെ question. In order to prepare a lesson plan, the teacher has to go through which of the following documents? Options A. Textbook. B. Teacher text. C. Reference books. D. All of the above. Answer D. All of the above. 20ാമത്തെ question. Which map do you select to find out states and capitals? Options A. Political map. B. Physical map. C. Topo sheet. D. Cadastral map. Answer A. Political map. ഇത്രയാണ് ക്ലാസ് 5 അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ കൂട്ടുകാർ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. ഈ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്